എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസിനും LDC മെയിൻ എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മലയാളത്തിലെ ഒരു ടോപ്പിക്കാണ് അപരനാമങ്ങൾ. അപ്പോൾ ഓരോ കവികൾക്കും ഓരോ അപരനാമങ്ങളുണ്ട്. അപ്പോൾ എല്ലാം കൂടെ കൺഫ്യൂഷൻ വരും അല്ലേ. അപ്പോൾ അത് നമ്മൾ ചില കോഡുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടെ ഈ വീഡിയോ ഉപകാരപ്പെടാനായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഇവിടെ നോക്കുക, നമ്മൾ എഴുതിയിട്ടുണ്ട് എന്താണ് അപരനാമങ്ങളും കവികളുടെ പേരുകളും എഴുതിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കോഡ് ഉപയോഗിച്ച് എളുപ്പത്തിൽ പഠിക്കാം എന്നുള്ളത് നോക്കാം. ആദ്യത്തേത് കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കര പിള്ളയാണ്. കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്ന ആരാണ്? തകഴി ശിവശങ്കര പിള്ളയാണ്. അപ്പോൾ ഇത് ഓർക്കാനായിട്ട് ഇത് നമ്മൾ തകഴി ശിവശങ്കര പിള്ളയെ കുറിച്ച് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളികളും അനുബന്ധ വസ്തുതകളും എന്ന് പറയുന്ന ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. തകഴി ശിവശങ്കര പിള്ള അറിയപ്പെടുന്നതാണ് കേരള മോപ്പസാങ്. അപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് ചെറിയൊരു കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ കോഡ് തന്നെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. സാങ് അല്ലെ, സാങ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് സോങ് അല്ലെ, പാട്ടുമായിട്ട് കണക്ട് ചെയ്യാം. പാട്ട് പാടുന്നത് നമ്മൾ എങ്ങനെയാണ്? പാട്ട് പാടി തഴുകി അല്ലെ, തഴുകി ഉണർത്തുന്ന പാട്ട്, അല്ലെങ്കിൽ നമ്മൾ മക്കളെ ഉറക്കുന്നത് എങ്ങനെയാണ്? പാട്ടൊക്കെ പാടി തഴുകിയിട്ടാണ് ഉറക്കുന്നത്. ആ ഒരു രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം. കേരള മോപ്പസാങ് എന്ന് പറയുന്നത് തകഴി ശിവശങ്കര പിള്ളയാണ്. ഓക്കെ, മോപ്പസാങ്, സാങ് എന്താണ്? സോങ് ആയിട്ട് കണക്ട് ചെയ്യുക. പാട്ടാണ്. പാട്ട് പാടി നമ്മൾ മക്കളെ ഉറക്കുന്നത് എങ്ങനെയാണ്? തഴുകിയിട്ടാണ് അല്ലെ, തഴുകി ഉറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പാട്ട് പാടി തഴുകി എന്നുള്ളതിൽ നിന്നും നമുക്ക് എന്താണ്? സോങ്, തഴുകുക എന്നുള്ളതിൽ നിന്നും മോപ്പസാങ്, തകഴി ശിവശങ്കര പിള്ള എന്ന് കിട്ടുമല്ലോ. ഓക്കെ, അടുത്തത് കേരള ചോസർ. കേരള ചോസർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ചീരാമ കവിയാണ്. ഓക്കെ, കേരള ചോസർ എന്നറിയപ്പെടുന്ന ആരാണ്? ചീരാമ കവിയാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം? ചോസർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ചോപ്പർ ഓർക്കാം അല്ലെ. ചോപ്പർ ഉപയോഗിച്ചിട്ടാണ് ചീര ചോപ്പ് ചെയ്യുന്നത് അല്ലെ. ചോപ്പർ ഉപയോഗിച്ചിട്ടാണ് ചീര എങ്ങനെ മുറിക്കുന്നത് എന്നുള്ളത് ഓർത്താൽ കേരള ചോസർ ചീരാമ കവി. ചീര, ഓക്കെ, ഇവിടെ ചീരയുണ്ട്, ഇവിടെ ചോസർ എന്നുള്ളത് നമുക്ക് ചോപ്പറായിട്ട് എടുക്കാം. അപ്പോൾ ചോപ്പർ ഉപയോഗിച്ചിട്ടാണ് ചീര നമ്മൾ മുറിക്കുന്നത് എന്നുള്ളത് ഓർക്കാം. അപ്പോൾ കേരള ചോസർ എന്താണ്? ചീരാമ കവിയാണ് കേരള ചോസർ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്തത് കേരള കാളിദാസൻ. കേരള കാളിദാസൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് എന്ത്? കേരള കാളിദാസൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ കണക്ട് ചെയ്യാനായിട്ട് ഇവിടെ ഒരു കാളിയുണ്ട് അല്ലെ, കാളിയുണ്ട്, ഇവിടെ ഒരു കോഴിയുണ്ട് അല്ലെ. അപ്പോൾ കോഴി എന്നുള്ളതിൽ നിന്ന് നമുക്ക് കോഴി എടുക്കാം. അപ്പോൾ നമ്മൾ കോഴിയൊക്കെ നേർച്ചയായിട്ട് കാളിക്ക് കൊടുക്കാറുണ്ട് അല്ലെ. കാളിക്ക് കോഴി നേർച്ചയായിട്ട് കൊടുക്കുക, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഓർക്കുക. കേരള കാളിദാസൻ, കാളിക്ക് നേർച്ചയായിട്ട് കൊടുക്കുന്നത് എന്താണ്? കോഴിയാണ്. അപ്പോൾ കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. കോഴി, കാളി, കണക്ഷൻ കിട്ടിയല്ലോ. അടുത്തത് നോക്കാം, കേരള ഇബ്സൺ. കേരള ഇബ്സൺ എന്ന പേരിൽ അറിയപ്പെടുന്നത് N കൃഷ്ണപിള്ളയാണ്. N കൃഷ്ണപിള്ള. അപ്പോൾ ഇതിൽ നമുക്ക് സണ്ണുണ്ട്, ഇവിടെ പിള്ളയുണ്ട് അല്ലെ. പിള്ള എന്ന് പറഞ്ഞാൽ മക്കൾ എന്നുള്ള അർത്ഥമൊക്കെയാണ് അല്ലെ. അപ്പോൾ സണ്ണും പിള്ളയും കൂടെ കണക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് N കൃഷ്ണപിള്ള എന്നാണ് അല്ലെ. അപ്പോൾ ഇതിൽ N കൃഷ്ണപിള്ള ഇനിഷ്യൽ മാറിപ്പോവാതിരിക്കാനായിട്ട് നമുക്ക് N കൃഷ്ണപിള്ള എന്നുള്ളതിൽ നിന്ന് NN പിള്ളയെ ഓർക്കാം. NN പിള്ള എന്ന് പറയുന്ന ആരാണ്? നമുക്കറിയാം, ഗോഡ് ഫാദർ എന്ന് പറയുന്ന ഫിലിം നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഗോഡ് ഫാദറിൽ NN പിള്ളയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ അല്ലെ, ആൺമക്കളുടെ കഥയാണ് ഗോഡ് ഫാദർ എന്ന് പറയുന്നത്. അതിൽ അല്ലെ മുകേഷൊക്കെ അഭിനയിച്ചിട്ടുള്ള, അപ്പോൾ കുറേ ആൺമക്കളൊക്കെയാണ് അവർക്കുള്ളത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ NN പിള്ളയുടെ മക്കൾ അല്ലെ, സൺ എന്നുള്ള രീതിയിൽ നമുക്ക് ഓർക്കാം. അപ്പോൾ കേരള ഇബ്സൺ N കൃഷ്ണപിള്ള. അപ്പോൾ NN പിള്ളയെ ഓർക്കാം, അല്ലെങ്കിൽ സണ്ണും പിള്ളയുമായിട്ടൊന്ന് കണക്ട് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, കിട്ടിയല്ലോ. അടുത്തത് നോക്കാം, കേരള തുളസീദാസൻ. കേരള തുളസീദാസൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. ഓക്കെ, വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. അപ്പോൾ ഇവിടെ തുളസി ഉണ്ട് അല്ലേ, തുളസി ഉണ്ട്, ഇവിടെ കുളമുണ്ട്. അപ്പോൾ നമ്മുടെ കുളത്തിൻ്റെ അരികിലൊക്കെയാണ് നമ്മുടെ തുളസി ചെടി നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ അല്ലേ. അപ്പോൾ അമ്പലക്കുളങ്ങളൊക്കെ ആണെങ്കിൽ കുളത്തിൻ്റെ അരികിൽ എന്തുണ്ടാവും? നിറയെ തുളസികളുണ്ടാവും അല്ലേ. അപ്പോൾ തുളസി ചെടി നിൽക്കുന്നത് എവിടെയാണ്? കുളത്തിൻ്റെ അരികിലാണ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് കിട്ടും? കേരള തുളസീദാസൻ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. കണക്ഷൻ കിട്ടിയല്ലോ. അപ്പോൾ ഒന്നുകൂടെ പറയാം, കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കര പിള്ളയാണ്. സാങ് സോങ്ങുമായിട്ട് കണക്ട് ചെയ്യുക. നമ്മൾ പാട്ടുപാടി കുട്ടികളെ തഴുകിയാണ് ഉറക്കുന്നത്. അപ്പോൾ സോങ്ങും തഴുകലും കൂടെ ആകുമ്പോഴത്തേനും കേരള മോപ്പസാങ് തകഴി ശിവശങ്കര പിള്ള കിട്ടി. കേരള ചോസർ ചീരാമ കവി. ചീര നമ്മൾ മുറിക്കുന്നത് ചോപ്പർ ഉപയോഗിച്ചിട്ടാണ്.
കേരള കാളിദാസൻ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. കോഴി നമ്മൾ കൊടുക്കുന്ന നേർച്ചയായിട്ട് കൊടുക്കുന്ന ആർക്കാണ്? കാളിക്കാണ് എന്നുള്ളത് ഓർക്കുക. കേരള ഇബ്സൺ എൻ കൃഷ്ണപിള്ള. പിള്ളയും സണ്ണുമായിട്ട് കണക്ട് ചെയ്യുക, ഇല്ലെങ്കിൽ NN പിള്ളയും അവരുടെ മക്കൾ അല്ലെ സണ്ണൊക്കെ ആയിട്ടുള്ള സിനിമ അല്ലെ ഗോഡ് ഫാദർ ഓർക്കുക. അടുത്തത് കേരള തുളസീദാസൻ എന്നറിയപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. കുളത്തിൻ്റെ അരികിലാണ് എന്ത്? തുളസി ചെടികൾ ഉണ്ടാവുക എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അടുത്തത് നോക്കുക, മുസ്ലിം കാളിദാസൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാണ്? മൊയ്യീൻ കുട്ടി വൈദ്യരാണ്. ഓക്കെ, മുസ്ലിം കാളിദാസൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് മൊയ്യീൻ കുട്ടി വൈദ്യരാണ്. അപ്പോൾ ഇത് ഓർക്കാനായിട്ട് നമുക്ക് മുസ്ലിം എന്നുള്ളത് മൊയ്യീൻ കുട്ടി, ആ പേരിൽ നിന്ന് നമുക്ക് ഒരു ചെറിയൊരു കണക്ഷൻ കിട്ടും അല്ലെ. മുസ്ലിം മൊയ്യീൻ കുട്ടി, ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ. ആ ഒരു കണക്ഷൻ വെച്ച് പഠിക്കാം. മലയാളത്തിലെ ജോൺ ഗുന്തർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് SK പൊറ്റക്കാടാണ്. SK പൊറ്റക്കാട് കേട്ടോ. മലയാളത്തിലെ ജോൺ ഗുന്തർ എന്നറിയപ്പെടുന്നത് SK പൊറ്റക്കാടാണ്. അപ്പോൾ ഇത് കിട്ടാനായിട്ട് നമ്മൾ പൊറ്റക്കാട് എന്നുള്ളതിൽ നിന്ന് അതൊരു പൊട്ടക്കാട് എന്ന് ഓർക്കാം കേട്ടോ. പൊട്ടക്കാടാണ്. അപ്പോൾ പൊട്ടക്കാട്ടിൽ പോകുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ സേഫ്റ്റി നോക്കണം അല്ലേ. അപ്പോൾ അവിടെ പൊട്ടക്കാടാകുമ്പോൾ അവിടെ എന്താണ്? വന്യമൃഗങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു പൊട്ടക്കാട്ടിൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ഒരു കുന്തം കയ്യിൽ കരുതണം എന്ന് ഓർക്കാം കേട്ടോ. ഒരു കുന്തം നമ്മുടെ കയ്യിൽ കരുതണം. എന്തിനാണ്? മൃഗങ്ങളൊക്കെ വന്നാൽ ആട്ടി ഓടിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ SK പൊറ്റക്കാട്, പൊട്ടക്കാടാണ്. പൊട്ടക്കാട്ടിൽ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ എന്ത് വേണം? ഒരു കുന്തമൊക്കെ ആയിട്ട് വേണം നമ്മൾ പോകാനെന്ന് ഓർക്കുക. അപ്പോൾ നമുക്ക് മലയാളത്തിലെ ജോൺ ഗുന്തർ എന്നറിയപ്പെടുന്നത് ആരാണ്? SK പൊറ്റക്കാട് എന്ന് നമുക്ക് കിട്ടും. ദെൻ കേരള പാണിനി എന്നറിയപ്പെടുന്നത് AR രാജരാജവർമ്മയാണ്. AR രാജരാജവർമ്മ. ഓക്കെ, അപ്പോൾ കേരള പാണിനി എന്നുള്ളതിൽ നിന്ന് പാട്ട്. ഓക്കെ, പാട്ടുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ പാടിനി പാട്ടുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ആരാണ് പാട്ടുമായിട്ട് കണക്ഷൻ ഉള്ളത്? ഒന്നുകിൽ AR റഹ്മാനെ കണക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഇളയ രാജയെ കണക്ട് ചെയ്യാം. നമുക്കിവിടെ ഇനീഷ്യൽ മാറിപ്പോവാതിരിക്കാൻ AR, കുറേ രാജരാജവർമ്മകളൊക്കെ നമ്മൾ പഠിക്കും അല്ലേ. അപ്പോൾ രാജ വെച്ച് കണക്ട് ചെയ്യേണ്ട, AR വെച്ച് കണക്ട് ചെയ്യാം. അപ്പോൾ AR റഹ്മാനാണ്. പാടിനി പാട്ടുമായിട്ട് കണക്ട് ചെയ്യുന്ന ആരെയാണ്? AR റഹ്മാനെയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു കണക്ഷൻ കിട്ടിയല്ലോ. അപ്പോൾ കേരള പാടിനി എന്ന് ഓർക്കുക. AR റഹ്മാൻ എന്നുള്ള രീതിയിൽ AR രാജരാജവർമ്മ. ഓക്കെ, ഇനീഷ്യൽ കിട്ടിയല്ലോ. അടുത്തത് നോക്കാം, കേരള എലിയറ്റ് എന്നറിയപ്പെടുന്നത് NN കക്കാട്. ഓക്കെ, കേരള എലിയറ്റ് ആരാണ്? NN കക്കാട്. അപ്പോൾ ഇത് ഓർക്കാനായിട്ട് ഇവിടെ എലിയുണ്ട് അല്ലേ, ഇവിടെ കക്കയുണ്ട്, ഇവിടെ N ഉണ്ട്. N എന്ന് പറയുന്നത് നെല്ല്. ഓക്കെ, നെല്ലിൻ്റെ N ആണ് കേട്ടോ. നെല്ല് എന്ന് ഞാനിങ്ങനെ എഴുതിയെങ്കിൽ ഇതിൻ്റെ N ആണ്. അപ്പോൾ NN കക്കാടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നെല്ലൊക്കെ കക്കാൻ വരുന്നത് ആരാണ്? എലിയാണ് അല്ലെ. എലിയുടെ പണിയാണ് നെല്ലുകളൊക്കെ അങ്ങനെ കുറച്ച് തിന്നുക അല്ലേ. അപ്പോൾ എലിയാണ് നമ്മുടെ വീട്ടിൽ നെല്ലൊക്കെ കക്കാൻ വരുന്നത്. അപ്പോൾ കേരള എലിയറ്റ് NN കക്കാട് കിട്ടിയല്ലോ. എലിയാണ് നെല്ലെല്ലാം കക്കാനായിട്ട് വരുന്നത്. അപ്പോൾ കേരള എലിയറ്റ് NN കക്കാട് കിട്ടി. അടുത്തത് മലയാളത്തിൻ്റെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. മലയാളത്തിൻ്റെ ഓർഫ്യൂസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. അപ്പോൾ ഇത് ഓർക്കാനായിട്ട് മലയാളത്തിൻ്റെ ഫ്യൂസ് അല്ലേ. ഫ്യൂസ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് എന്താണ്? കറൻറ്റുമായിട്ട് കണക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഫ്യൂസ് എന്ന് പറയുമ്പോൾ വൈദ്യുതിയായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ വൈദ്യുതി ഉണ്ടാക്കുന്നത് വെള്ളത്തിൽ നിന്നാണ് അല്ലേ, ജലവൈദ്യുതി. അപ്പോൾ പുഴയുമായിട്ട് കണക്ട് ചെയ്യാം അല്ലേ. ഫ്യൂസ് വൈദ്യുതിയായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ജലം എന്ന് പറയുമ്പോൾ പുഴയായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഫ്യൂസും പുഴയും തമ്മിലൊരു കണക്ഷൻ കിട്ടിയല്ലോ. അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? മുസ്ലിം കാളിദാസൻ മൊയ്യീൻ കുട്ടി വൈദ്യർ, ആ പേര് വെച്ച് കണക്ട് ചെയ്യാം. മലയാളത്തിലെ ജോൺ ഗുന്തർ എന്ന് പറയുമ്പോഴത്തേനും SK പൊറ്റക്കാടാണ്. അപ്പോൾ പൊട്ടക്കാട്ടിൽ പോകുമ്പോൾ നമ്മളൊരു കുന്തം നമ്മുടെ സേഫ്റ്റിക്ക് കയ്യിൽ കരുതണമെന്ന് ഓർക്കുക. കേരള പാടിനി ആരാണ് പാടുന്നത്? AR റഹ്മാൻ. അപ്പോൾ AR രാജരാജവർമ്മ. കേരള എലിയറ്റ് NN കക്കാട്, നെല്ലെല്ലാം കക്കാൻ വരുന്നത് ആരാണ്? എലിയാണ്. മലയാളത്തിൻ്റെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. അപ്പോൾ ഫ്യൂസ് എന്ന് പറയുമ്പോൾ വൈദ്യുതി ഉണ്ടാക്കുന്നത് ജലം പുഴ. ഓക്കെ, കണക്ഷൻ കിട്ടിയല്ലോ. അടുത്തത് നോക്കാം, ക്രൈസ്തവ കാളിദാസൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് കട്ടക്കയം ചെറിയാൻ മാപ്പിളയാണ്. അപ്പോൾ ഇത് ഓർക്കാനായിട്ട് ക്രൈസ്തവ കാളിദാസൻ അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ കാളി വെച്ചിട്ട് വേറൊരു കണക്ഷൻ പറഞ്ഞു. അപ്പോൾ നമുക്കിവിടെ ക്രൈസ്തവ എന്നെടുക്കാം. ക്രൈസ്തവ കാളിദാസൻ എന്ന് പറയുമ്പോൾ ഇവിടെ കട്ടയുണ്ട് അല്ലേ. അപ്പോൾ ഒരു കട്ട ക്രൈസ്തവനാണ് അല്ലേ, നല്ല പോലെ വിശ്വാസിയായിട്ടുള്ള ഒരാളെ പറയുന്നതാണ്. അപ്പോൾ കട്ട ക്രൈസ്തവനാണ് എന്ന് ഓർക്കാം കേട്ടോ. ക്രൈസ്തവ കാളിദാസൻ കട്ട ക്രൈസ്തവൻ. അപ്പോൾ കട്ടക്കയം ചെറിയാൻ മാപ്പിള കിട്ടിയല്ലോ. അടുത്തത് നോക്കാം,
കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ്. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ്. കേരള ടാഗോർ എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ്. കേരള ടെന്നിസൺ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കണക്ഷൻ വരാൻ വേണ്ടിയിട്ട് വാൽമീകി എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോഴത്തേനും വാൽ അല്ലെ എങ്ങനെയാണ് എഴുതുക? അപ്പോൾ വള്ളത്തോൾ എന്ന് എഴുതുകയാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് എഴുതുക. അപ്പോൾ ഇത് രണ്ടിലും വാലുണ്ട് അല്ലേ? അപ്പോൾ വാൽമീകി വള്ളത്തോൾ ആ പേര് വെച്ച് കണക്ട് ചെയ്യുക. ഇംഗ്ലീഷിൽ എഴുതുന്ന കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ വാൽമീകി വള്ളത്തോൾ, അപ്പോൾ വാല് വെച്ച് കണക്ട് ചെയ്യുക. ദെൻ കേരള ടാഗോർ എന്നറിയപ്പെടുന്നത് ടെന്നിസൺ എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ്? വള്ളത്തോൾ നാരായണ മേനോൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടം വരെ വാല് കിട്ടി അല്ലെ? വാലും വള്ളവുമായിട്ട് വാല് കിട്ടി. ദെൻ തോൾ എന്ന് പറയുമ്പോഴത്തേന് ടി ആണ് അവർ വരുന്നത് അല്ലെ? വള്ളത്തോൾ എന്ന് പറയുമ്പോൾ THOL ടി ആണ് വരുന്നത്. അപ്പോൾ ടി വെച്ചിട്ട് ടാഗോറും ടെന്നിസണും കിട്ടിയോ? അപ്പോൾ ഈ 3 പേരും പഠിച്ചു വെക്കുക. കേരള വാൽമീകി വള്ളത്തോൾ നാരായണ മേനോനാണ്. കേരള ടാഗോർ, കേരള ടെന്നിസൺ, അതും വള്ളത്തോൾ നാരായണ മേനോനാണ്. അപ്പോൾ വള്ളം എന്നുള്ളതിൽ നിന്നും വള്ളവും വാലും കൂടെ അല്ലെ? വള്ളം എഴുതുമ്പോൾ വാല് വരുന്നുണ്ട്. അപ്പോൾ വാൽമീകി വള്ളത്തോൾ കണക്ട് ചെയ്യുക. ദെൻ വള്ളത്തോൾ എന്ന് പറയുമ്പോൾ TH ആണ് വരുന്നത്. അപ്പോൾ ടി വെച്ചിട്ട് ടാഗോറും ടെന്നിസണും കിട്ടിയല്ലോ. അടുത്തത് നോക്കാം. കേരള പുഷ്കിൻ. കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത് ONV കുറുപ്പാണ്. ONV കുറുപ്പാണ് കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ ON എന്നുള്ളതിൽ നിന്നും ഇങ്ങനെ എഴുതി വെച്ചാൽ ഓൺ എന്ന് പറയുന്നതിന് പകരം ഒന്ന് എന്ന് വായിക്കുക കേട്ടോ. ഓൺ എന്ന് പറയുന്ന പകരം എന്താണ്? ഒന്ന്. അപ്പോൾ ഒന്ന് പുഷ് ചെയ്യുക അല്ലെ? ഒന്ന് പുഷ് ചെയ്യുക. എന്താണ് പുഷ് ചെയ്യുന്നത്? വണ്ടി അല്ലെ? വണ്ടിയൊക്കെ നമ്മൾ തള്ളില്ലേ? അപ്പോൾ ഒന്ന് പുഷ് ചെയ്യുമോ? അപ്പോൾ വണ്ടി എന്നുള്ളതിന് വേണമെങ്കിൽ വി ഉണ്ട് ഇവിടെ. വി എന്ന് പറയുന്നത് നമുക്ക് വണ്ടിയായിട്ട് എടുക്കാം. അപ്പോൾ ഒന്ന് വണ്ടി പുഷ് ചെയ്യുമോ എന്ന് ചോദിക്കാം അല്ലെ? പുഷ് ചെയ്യുമോ എന്ന് ചോദിക്കാം. അപ്പോൾ കേരള പുഷ്കിൻ ONV കുറുപ്പ്. ഒന്ന് വണ്ടി പുഷ് ചെയ്യുമോ എന്നുള്ളതിൽ നിന്നും ONV കുറുപ്പിൻ്റെ അപരനാമമാണ് എന്ത്? കേരള പുഷ്കിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടിയല്ലോ. ക്രൈസ്തവ കാളിദാസൻ, കട്ടക്കയം ചെറിയാൻ മാപ്പിള, കട്ട ക്രൈസ്തവൻ എന്ന് ഓർക്കുക. കേരള വാൽമീകി. വാൽമീകി വള്ളത്തോൾ നാരായണ മേനോനായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം? വള്ളം വാൽമീകി എഴുതുമ്പോഴത്തേന് വാല് വരുന്നുണ്ട്, അത് വെച്ച് കണക്ട് ചെയ്യാം. കേരള ടാഗോർ അല്ലെ? തോളിൽ ടി വെച്ചിട്ടാണ് ടാഗോറും ടെന്നിസണും. കേരള പുഷ്കിൻ ONV കുറുപ്പ്. ഒന്ന് വണ്ടി പുഷ് ചെയ്യുമോ അല്ലെ? തള്ളുമോ എന്നുള്ളതിന് പുഷ് ചെയ്യുമോ. അപ്പോൾ പുഷ്കിൻ ONV കുറുപ്പ് കിട്ടിയല്ലോ. അടുത്തത് നോക്കുക. കേരള ക്ഷേമേന്ദ്രൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് വടക്കുംകൂർ രാജരാജവർമ്മയാണ്. വടക്കുംകൂർ രാജരാജവർമ്മ. അപ്പോൾ ഇത് ഓർക്കാനായിട്ട് ഇവിടെ കൂർ എന്നുണ്ട് അല്ലേ? അപ്പോൾ ജനങ്ങളോട് കൂറുള്ള രാജാക്കന്മാരാണെങ്കിൽ, ജനങ്ങളോട് കൂറുള്ള രാജരാജവർമ്മ എന്നുള്ളതിൽ രാജാവുണ്ട് അല്ലേ? അപ്പോൾ ജനങ്ങളോട് കൂറുള്ള രാജാക്കന്മാരാണെങ്കിൽ അവരുടെ കാര്യങ്ങൾ അല്ലെ? അവരുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കും അല്ലെ? അവരുടെ ക്ഷേമം അന്വേഷിക്കും. അപ്പോൾ അങ്ങനെ ഓർക്കുക, ജനങ്ങളോട് കൂറുള്ള രാജാക്കന്മാരാണെങ്കിൽ എന്തന്വേഷിക്കും? ക്ഷേമം അന്വേഷിക്കും ജനങ്ങളുടെ അല്ലേ? അപ്പോൾ അതൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്യാം കേട്ടോ. കേരള സൂർദാസ്. സൂർദാസ് എന്നറിയപ്പെടുന്നത് പൂന്താനമാണ്. കേരള സൂർദാസ് എന്നറിയപ്പെടുന്നത് പൂന്താനമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സൂർ എന്നുള്ളതിൽ നിന്നും സൂര്യനെ എടുക്കാം. സൂര്യനെ പൂജിക്കുക അല്ലെ? നമ്മൾ സൂര്യനെ പൂജിക്കുന്നവരുണ്ട് അല്ലെ? സൂര്യഭഗവാനെ പൂജിക്കുക. അപ്പോൾ സൂർദാസ് പൂന്താനം, പൂജിക്കുക സൂര്യനെ കേട്ടോ. ജസ്റ്റ് ഒരു ചെറിയൊരു ലിങ്ക് വെച്ച് കണക്ട് ചെയ്ത് പഠിക്കാം. കേരള സൂർദാസ് പൂന്താനം. അപ്പോൾ സൂര്യനെ പൂജിക്കുന്ന കാര്യം ആലോചിക്കുക. സൂർദാസും പൂന്താനമായിട്ട് കണക്ഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ക്ഷേമേന്ദ്രൻ വടക്കുംകൂർ രാജരാജവർമ്മ. ജനങ്ങളോട് കൂറുള്ള രാജാക്കന്മാരാണെങ്കിൽ ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. കേരള സൂർദാസ് പൂന്താനം, സൂര്യനെ പൂജിക്കുന്ന കാര്യം ആലോചിക്കുക. കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായരാണ്. ഓക്കെ, കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായരാണ്. അപ്പോൾ ഇത് ഓർക്കാനായിട്ട് ഇവിടെ ഹെമിംഗ്വേ എന്നുള്ളതിൽ നിന്നും നമുക്ക് ഹൈവേ എന്നെടുക്കാം. ഓക്കെ, ഹൈവേ എന്ന് പറയുമ്പോഴത്തേനും റോഡ് അല്ലേ? അപ്പോൾ ഹൈവേ എന്ന് പറയുന്നത് MT ആണ് എന്ന് ഓർക്കാം. MT എന്ന് പറഞ്ഞാൽ എന്താണ്? കാലിയായിട്ട് അല്ലേ? MT എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അപ്പോൾ ശൂന്യമായി കിടക്കുകയാണെന്നുള്ളത് അർത്ഥം. അപ്പോൾ ഹൈവേ എന്ന് പറയുന്നത് ഹൈവേ MT ആയി കിടക്കുകയാണ് എന്നുള്ളത് ഓർക്കാം. അപ്പോൾ കേരള ഹെമിംഗ്വേ MT വാസുദേവൻ നായർ. ഓക്കെ, അപ്പോൾ ഹൈവേ, കേരള ഹൈവേ എന്ന് പറയുന്നത് MT ആയി കിടക്കുകയാണ്. ഓക്കെ ആണല്ലോ. അടുത്തത് കേരള സ്കോട്ട്.
കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് CV രാമൻപിള്ളയാണ് കേട്ടോ. അപ്പോൾ കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് CV രാമൻപിള്ളയാണ്. അപ്പോൾ ഇതിന് എനിക്ക് പ്രത്യേകിച്ച് കോഡൊന്നും കിട്ടിയില്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കോഡ് കിട്ടുകയാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റുള്ളവർക്കും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. അടുത്തത് കേരള മാർക്ക് ട്വെയിൻ. കേരള മാർക്ക് ട്വെയിൻ എന്നറിയപ്പെടുന്നത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ്. അപ്പോൾ ഇതിലും എനിക്ക് വലിയ കോഡൊന്നും കിട്ടിയില്ല. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് വേങ്ങ എന്നുള്ളതിൽ നിന്നും തേങ്ങ എന്നെടുക്കാം അല്ലേ. ഇപ്പോൾ തേങ്ങ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിൽ വല്ല പൊട്ടലോ മാർക്കോ എന്തെങ്കിലുമൊക്കെ അല്ലേ, എന്തെങ്കിലും ചിഹ്നലോ പൊട്ടലോ എന്തെങ്കിലും കേടുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കും. അപ്പോൾ എന്താണ് വേങ്ങ അല്ലെ, തേങ്ങ വാങ്ങിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് മാർക്കൊക്കെ അതിലുണ്ടോ എന്നുള്ളത് നോക്കും. അങ്ങനെ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്യാൻ കിട്ടുമോ എന്നുള്ളത് നോക്കുക. കേരള മാർക്ക് ട്വെയിൻ എന്നറിയപ്പെടുന്നത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ അപരനാമങ്ങൾ പഠിക്കാനുള്ളത്. എന്തൊക്കെയാണ്? കേരള ക്ഷേമേന്ദ്രൻ എന്നറിയപ്പെടുന്നത് വടക്കുംകൂർ രാജരാജവർമ്മ അല്ലെ, ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുന്നു. ആരാണ്? ജനങ്ങളോട് കൂറുള്ള രാജാക്കന്മാർ. അപ്പോൾ വടക്കുംകൂർ രാജരാജവർമ്മ ക്ഷേമേന്ദ്രൻ കിട്ടിയല്ലോ. കേരള സൂർദാസ് പൂന്താനം, സൂര്യനെ പൂജിക്കുന്ന കാര്യം ഓർക്കുക. കേരള ഹെമിംഗ്വേ MT വാസുദേവൻ നായർ. കേരള ഹൈവേ MT ആണ് എന്നുള്ളത് ഓർക്കുക. കേരള സ്കോട്ട് CV രാമൻപിള്ള കേട്ടോ. അതിൻ്റെ കോഡ് ജസ്റ്റ് ഒന്ന് അറിയെങ്കിൽ കമൻറ്റ് ചെയ്യുക. കേരള മാർക്ക് ട്വെയിൻ എന്നറിയപ്പെടുന്നത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. അപ്പോൾ തേങ്ങ നമ്മൾ വാങ്ങിക്കുമ്പോൾ ജസ്റ്റ് അതിലെ മാർക്കുകളൊക്കെ ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യും. അങ്ങനെയുള്ളതൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ അപരനാമങ്ങൾ എന്ന് പറയുന്ന ക്ലാസ്. അപ്പോൾ നിങ്ങൾക്ക് കോഡൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എക്സാമൊക്കെ നന്നായിട്ട് എഴുതുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.